എല്ലാ കൊല്ലവും ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും മഹീന്ദ്ര എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ആയിട്ട് വരാറുണ്ട്. ഈ ഒരു പ്രാവശ്യവും ആ ഒരു പതിവ് മഹീന്ദ്ര തെറ്റിച്ചിട്ടില്ല. മേജർ ആയിട്ടുള്ള 4 അപ്ഡേറ്റുകളായിട്ടാണ് മഹീന്ദ്ര വരാനായിട്ട് പോകുന്നത്. അതിൽ ഒരു വണ്ടിയുടെ ലോഞ്ചും ഈ ഒരു പ്രാവശ്യം നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു വണ്ടിയുടെ ലോഞ്ചിന് വേണ്ടിയിട്ടായിരിക്കും. മഹീന്ദ്ര സ്കോർപിയോ എന്നിനെ ബേസ് ചെയ്ത് ഇറക്കുന്ന പിക്കപ്പ് ട്രക്കാണ് ഐറ്റം. ഗ്ലോബലി വൺ ഡിമാൻഡുള്ള ഇവനെ നേരത്തെ തന്നെ പല രാജ്യങ്ങളിലും മഹീന്ദ്ര ലോഞ്ച് ചെയ്തതാണ്. അന്ന് തൊട്ടേ ആളുകൾ ചോദിക്കുകയാണ് ഇത് എന്നായിരിക്കും ഇന്ത്യയിലേക്ക് വരിക എന്നുള്ള കാര്യം. അതിനും ഒരു ഉത്തരമായിരിക്കുകയാണ്. മൊത്തത്തിൽ സ്കോർപിയോ എന്നിനെ ബേസ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന ഒരു പിക്കപ്പ് ട്രക്ക് ആണെങ്കിൽ കൂടി ചെറിയ ചില മാറ്റങ്ങൾ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഇന്റീരിയറിൽ തന്നെ വെർട്ടിക്കലി പ്ലേസ് ചെയ്തിരിക്കുന്ന വലിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഒരു പ്രീമിയം ഇന്റീരിയർ ടച്ചും ഒക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ റഗ്ഡ് 4-wheel ഡ്രൈവ് സിസ്റ്റവും 360 ഡിഗ്രി ക്യാമറ സെറ്റപ്പും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ ഇതിനു മുന്നേ വന്ന പിക്കപ്പ് പോലെ അല്ല ഈ ഒരു പ്രാവശ്യം വരാനായിട്ട് പോകുന്നത്. ലുക്ക് കൊണ്ടും ഫീച്ചർ കൊണ്ടും സെഗ്മെന്റിലെ തന്നെ മറ്റ് പല മോഡലുകളായിട്ട് ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ ഒരു പ്രാവശ്യത്തെ വരവ്. ഇതിനൊപ്പം തന്നെ സ്കോർപിയോ എന്നിന്റെ ഫേസ് ലിഫ്റ്റ് മോഡലും വരുന്നുണ്ട്. ഇതിന്റെ അപ്ഗ്രേഡ്സിന്റെ ഭാഗമായിട്ട് ഇന്റീരിയറിൽ 10-inch ഫ്ലോട്ടിംഗ് സ്ക്രീനും ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും റീഡിസൈൻ ചെയ്ത ഡാഷ്ബോർഡും ഒക്കെ ആയിട്ടായിരിക്കും പുതിയ വരവ്. ഇറങ്ങിയിട്ട് 2 കൊല്ലത്തോളം ആയിട്ടും സെയിൽസിൽ യാതൊരു കുറവും വരുത്താതെ ഇപ്പോഴും ആളുകൾ വാങ്ങിക്കൂട്ടുന്ന ഒരു EV ആണ് BE6. അതിന്റെ ഫേസ് ലിഫ്റ്റും ഈ ഒരു പ്രാവശ്യം ഉണ്ടാവും. XUV 700 ഫേസ് ലിഫ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഇരുന്ന വണ്ടിനെ ഈ ഒരു കൊല്ലത്തിലേക്കാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ആ ഒരു പേടി BE6ന്റെ ഫേസ് ലിഫ്റ്റ് വരാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴും ആളുകൾക്ക് ഉണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള റീഡിസൈനിങ് പരിപാടി എക്സ്റ്റീരിയറിൽ വരുന്നില്ല, പകരം ഇന്റീരിയറിൽ വരുന്നുണ്ട്. റീഡിസൈൻ ചെയ്ത ഡാഷ്ബോർഡുകളും അതുപോലെ തന്നെ മഹീന്ദ്രയുടെ മറ്റ് EVസിലൊക്കെ വന്നിരുന്ന പോലെ തന്നെ ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പും ഒക്കെ BE6ന്റെ പുതിയ ഫേസ് ലിഫ്റ്റ് മോഡലിൽ വരുമെന്നാണ് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ BE6ന്റെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള BE7ന്റെയും സബ് 4 മീറ്റർ ബോക്സി SUV കോൺസെപ്റ്റ് ആയിട്ടുള്ള വിഷൻ എസിന്റെയും പ്രിവ്യൂസ് ഈ ഒരു പ്രാവശ്യത്തെ ലോഞ്ചിങ്ങിൽ കാണാനായിട്ട് കഴിയും. ഇതിൽ നിങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതലും വെയിറ്റ് ചെയ്തിരുന്ന വണ്ടി ഏതാണെന്നും കൂടി കമന്റ് ആയിട്ട് ഇടുക.